മാഗസിൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളോ വിവരങ്ങളോ മിക്ക ആളുകളും കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ 7 മിത്തുകളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. മിത്ത് നമ്പർ 1. നിങ്ങൾ കുഞ്ഞിൻ്റെ ലിംഗഭേദം കൃത്യമായി പ്രവചിക്കാൻ കഴിയും. ഗർഭകാലത്തെ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞിൻ്റെ ലിംഗഭേദം പ്രവചിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന നിരവധി പഴയകാല കഥകളുണ്ട്. നിങ്ങൾ കുഞ്ഞിനെ താഴ്ന്നോ മുകളിലോ ഗർഭം ധരിക്കുന്നുണ്ടോ, നിങ്ങൾ മധുരമോ ഉപ്പിട്ട ഭക്ഷണം വേണ്ടയോ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് എത്ര വേഗത്തിലാണ് എന്നിവ ഉൾപ്പെട്ടേക്കാം. എന്നാൽ ഇവയ്ക്കൊന്നും ശാസ്ത്രത്തിൽ യാതൊരു അടിസ്ഥാനമില്ലെന്നും അവ ലൈംഗികതയോ ലിംഗഭേദത്തെയോ കുറിച്ചുള്ള വിശ്വസനീയമായ പ്രവചനങ്ങളല്ലെന്നും ഹെഡ്രിക് പറയുന്നു. മിത്ത് നമ്പർ 2. ഗർഭകാലത്ത് വ്യായാമം ചെയ്യുന്നത്. മിക്ക സ്ത്രീകളും വ്യായാമം ഗർഭാവസ്ഥയുടെ ആരോഗ്യകരമായ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ശരീരം കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്ന് ഹെഡ്രിക് പറയുന്നു. ഗർഭധാരണത്തിന് മുമ്പുള്ള വ്യായാമ ദിനചര്യകൾ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ സുരക്ഷിതമായ വ്യായാമം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കാം. മിത്ത് നമ്പർ 4. ഗർഭകാലത്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത്. നിങ്ങളുടെ ഡോക്ടർ യാതൊരു നിയന്ത്രണങ്ങൾ ശുപാർശകൾ ചെയ്യുന്നില്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ലൈംഗികതയിൽ ഏർപ്പെടുന്നത് തികച്ചും സുരക്ഷിതമാണെന്ന് ഹെഡ്രിക് പറയുന്നു. പുരുഷ പങ്കാളിയുമായുള്ള ലൈംഗികബന്ധം ഗുണം ചെയ്യുന്നു, കാരണം ബീജത്തിലെ പ്രോസ്റ്റഗ്ലാൻഡിൻ എന്ന ഹോർമോൺ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗർഭാശയത്തിനെ മൃദുവാക്കാനും പ്രസവത്തെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു. മിത്ത് നമ്പർ 4. ഗർഭിണിയായിരിക്കുമ്പോൾ മുടി ഡൈ ചെയ്യുകയോ കളർ ചെയ്യുകയോ ചെയ്യരുത്. ഗർഭകാലത്ത് മുടി കളർ ചെയ്യുന്നത് കുഴപ്പമില്ലെന്നും ഹെഡ്രിക് പറയുന്നു. എന്നിരുന്നാലും പൂർണ്ണമായ സുരക്ഷിതമായിരിക്കാൻ ആദ്യ 3 മാസത്തിന് ശേഷം കാത്തിരിക്കാൻ അവർ ശുപാർശ ചെയ്യുന്നു. മിത്ത് നമ്പർ 5. നിങ്ങൾ 2 പേർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കണം. ഗർഭിണികളായ സ്ത്രീകൾ 2 പേർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്രയും ആരോഗ്യകരമായ ഗർഭകാല ഭക്ഷണക്രമത്തിന് ഇത് ഒരു നല്ല ലക്ഷണമല്ല. മിത്ത് നമ്പർ 6. ഗർഭിണിയായിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാ കഫേനും ഒഴിവാക്കണം. കഫേൻ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല. ഒരു ദിവസം പരമാവധി 220 മില്ലിഗ്രാം കഫേനാണ് ശുപാർശ ചെയ്യുന്നത്. ഏകദേശം 2 കപ്പ് കഫേനിൽ അളവാണിത്. എന്നാൽ സോഡ, ബ്ലാക്ക് ടീ, ചോക്ലേറ്റ് എന്നിവ ഉൾപ്പെടെ മറ്റു വസ്തുക്കളിലും കഫീൻ അടങ്ങിയിട്ടുണ്ടെന്ന് ഓർമ്മിക്കുക. മിത്ത് നമ്പർ 7. സീ ഫുഡ്, സോഫ്റ്റ് ചീസ്, ഡെയിലി മീറ്റ് അല്ലെങ്കിൽ അപൂർവ സ്റ്റേക്ക് എന്നിവ കഴിക്കരുത്. ഉയർന്ന അളവിൽ മെർക്കുറി അടങ്ങിയിരിക്കുന്നതിനാൽ ടേൽ ഫിഷ്, വാൾ ഫിഷ്, അയല തുടങ്ങിയ മത്സ്യങ്ങൾ ഒഴിവാക്കണമെന്ന് ഹെഡ്രിക് പറയുന്നു. എന്നാൽ മറ്റ് മത്സ്യങ്ങൾ മിതമായി അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. സാൽമൺ, സാർഡൈൻ, ആങ്കോവി തുടങ്ങിയ ചില മത്സ്യങ്ങൾ പ്രത്യേകിച്ച് നല്ല തിരഞ്ഞെടുപ്പുകളാണ്. അവയിൽ മെർക്കുറി കുറവും ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം മാഗസിൻ.